എല്ലാ കുട്ടികൾക്കും സുഖസാറാണ് മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് ഇൻ്റഗ്രേഷൻ, അതുകൂടാതെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇൻ്റഗ്രേഷൻ നിന്നും ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ മാറുമ്പോഴുള്ള വ്യത്യാസം, ലിമിറ്റോട് കൂടിയുള്ള ക്വസ്റ്റൻസുകൾ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏത് എൻട്രൻസിനും. നമ്മളിപ്പോൾ ഇന്ന എൻട്രൻസ് എന്ന് പറയേണ്ട ഏത് എൻട്രൻസിനും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇവനെ നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. രണ്ടാമത്, നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലംസുകൾ ചെയ്ത് എക്സാമിന് വേണ്ടി, സ്കൂളിലെ എക്സാമിന് വേണ്ടി പഠിക്കുന്നതും ഒരു എൻട്രൻസിന് വേണ്ടി ചെയ്ത് ഫൈനലാക്കുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. പല ക്വസ്റ്റ്യൻസുകൾ നമ്മൾ സ്കൂളിൽ ചെയ്യുമ്പോൾ പലരും പലയിടത്തും കൊണ്ട് നിർത്തിയിട്ട് ആൻസർ നിർത്തും. അതൊക്കെ മതി, നമുക്കവിടെ മാർക്ക് കിട്ടുകയും ചെയ്യും. ബട്ട് നമുക്കൊരു എൻട്രൻസ് ആവുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസറിനൊരു ഫോർമാറ്റ് ഉണ്ട്. അവർ തന്നേക്കുന്ന ഓപ്ഷനിൽ എത്തിപ്പെടണം. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യാനുള്ള കഴിവ് നേടണം. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പലപ്പോഴും സ്കൂൾ ലെവലിൽ പഠിക്കുമ്പോൾ കുറച്ച് കൊണ്ടുവന്ന് എവിടെയെങ്കിലും നിർത്തിയിട്ട് മതി, കാരണം നമുക്ക് മാർക്ക് കിട്ടാനുള്ളത് മാത്രമേ അവിടെ ശ്രദ്ധിക്കുന്നുള്ളൂ. പലരും ചിലപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ പല സ്റ്റെപ്പിലായിരിക്കും കൊണ്ട് നിർത്തുന്നത്, ഒരേപോലെ ആയിരിക്കത്തില്ല ആൻസർ. പക്ഷെ അതെല്ലാം മാർക്ക് കിട്ടുന്നതാണെങ്കിലും നമുക്ക് അത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തേർഡ് ടൈമാണ്, ഭയങ്കരമായിട്ട് പഠിക്കാനുള്ള സ്കൂളിലെ വർക്കുകളുണ്ട്, ഒത്തിരി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. മീൻസ് ടോപ്പിക്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു, പിന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ വർക്ക്, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവനെല്ലാം ഒന്ന് മാനേജ് ചെയ്ത് വേണം പോകാൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 1 to log x dx. ഇവിടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ ഓപ്ഷൻസിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. log x ആണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ നടത്തേണ്ട ഫംഗ്ഷൻ. log xൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രോഡക്റ്റ് കൂടാം. log xനെ നമ്മൾ log x × 1 എന്നെടുത്തുകൊണ്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. അതൊന്നും ഒരു എൻട്രൻസിന് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തു പോകുന്നതൊക്കെ ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. ഇപ്പോൾ log xനെ കണ്ടാൽ ഉടനെ ഞാൻ ഇൻ്റഗ്രൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. x log x മൈനസ് എക്സ്, ഒന്നുകൂടെ കേട്ടോ, x log x മൈനസ് എക്സ്, അതാണ് അതിൻ്റെ ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x × log x മൈനസ് എക്സ്, ഇതാണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഓവർ ദ ലിമിറ്റ് ആരാണ് 1 to 2. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം എല്ലാവരും പഠിച്ചു വെക്കണം. log xൻ്റെ ഒക്കെ ഇൻ്റഗ്രൽ അല്ലാതെ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് പ്ലസ് ടുവിലെ എക്സാമിന് വരുമ്പോൾ log xനെ നമുക്ക് അവർ ചോദിക്കുന്നത് 1 മാർക്ക് അല്ല, ഒരു 2 മാർക്സ് ആണ്. അപ്പോൾ ചെയ്ത് കണ്ടുപിടിക്കാനായതുകൊണ്ട് ഇതാരും കാണാതെ പഠിച്ച് വെക്കില്ല. പക്ഷേ എൻട്രൻസിൻ്റെ കേസിൽ നമുക്കത് ചെയ്യാനുള്ള സമയമില്ല. ആൻസറിന് റിസൾട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് ബാക്കി ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സ് കാണുന്നിടത്ത് 1, 2, 3, ഈ 3 അടുത്ത് ആദ്യം 2നെ കൊടുക്കുക. രണ്ടാമത് നിങ്ങൾ എക്സ് കാണുന്നിടത്തെല്ലാം 1 കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, ആൻസർ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് 2 log 2 മൈനസ് 2. അത് നമ്മുടെ അപ്പർ ലിമിറ്റ് കൊടുത്തു. ഓക്കെ, മൈനസ് ലോവർ ലിമിറ്റായി 1 കൊടുക്കുമ്പോൾ 1 × log 1, 1 × log 1 മൈനസ് 1. ഓക്കെ, ഇങ്ങനെയാണ് ഇതിനെ ചെയ്യേണ്ടത്. അപ്പോൾ 2 log 2 മൈനസ് 2 മൈനസ് 1 log 1 മൈനസ് 1. ആൻസർ വരുമ്പോൾ 2 log 2 എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി log ഓഫ് 2 സ്ക്വയർഡാണ്. നമുക്കറിയാം ലോഗിന് മുമ്പായിട്ടുള്ള ആ കോഎഫിഷ്യൻ്റ് ലോഗിനുള്ളിൽ കിടക്കുന്ന ടേമിൻ്റെ പവർ ആവും. ഓക്കെ, ഇപ്പോൾ log 2 സ്ക്വയർ മൈനസ് 2 മൈനസ് 1 × log 1. വാട്ട് ഈസ് log 1? 0, 0 മൈനസ് 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ log 4, 2 സ്ക്വയർ 4 മൈനസ് 2 മൈനസ് ഓഫ് മൈനസ് 1 പ്ലസ് 1. അപ്പോൾ log 4 മൈനസ് 2 പ്ലസ് 1. ആൻസർ വരുമ്പോൾ ദാറ്റ് ഈസ് log 4 മൈനസ് 1, മൈനസ് 2 പ്ലസ് 1. ഇത് ആൻസർ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിക്കേ, log 4 മൈനസ് 1 ഇല്ല. അപ്പോൾ ഇനി ആൻസറിലോട്ട് എത്തിക്കാൻ വേണ്ടി ഈ 1നെ നമ്മളൊന്ന് മാറ്റാൻ പോവാണ്. നോക്കിക്കോണം, log 4 നോക്കിക്കേ, 1നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പല വഴികളുണ്ട്. ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് log 4 മൈനസ് 1നെ എഴുതാൻ പോകുന്നത് log e, എക്സ്പോണൻഷ്യൽ. അത് വളരെ ശ്രദ്ധിക്കണം. ഇൻ്റഗ്രേഷൻ്റെ ഒക്കെ ഉള്ളിലും പലയിടത്തും നമുക്ക് ഉപയോഗിക്കുന്നതാണ് 1ന് പകരം log e. log e എന്ന് പറയുന്നത് ബേസ് e ആണ് കേട്ടോ, അത് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ log 4 മൈനസ് log e, ദാറ്റ് ഈസ് log a മൈനസ് log b. വാട്ട് ഈസ് log a മൈനസ് log b? ദാറ്റ് ഈസ് log ഓഫ് a ബൈ b. ആൻസർ ഈസ് log ഓഫ് 4/a. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആൻസറിൽ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവ്. അതിനുള്ള വർക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ്റഗ്രൽ 0 to 2π മോഡുലസ് ഓഫ് sin x dx. 0 to 2π മോഡുലസ് sin x dx. അപ്പോൾ നോക്കിക്കേ, ഈ മോഡുലസ് sin x അതിൻ്റെ ഗ്രാഫ് എല്ലാവരും ഒന്ന് കണ്ടോണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് കേട്ടോ. ഇങ്ങനെ ആർച്ച് ഷേപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് 0,
ഇത് പൈ, ഇത് 2π. നമുക്ക് ഇവിടം വരെ മതി, അങ്ങോട്ട് വേണമെന്നില്ല. 0 to 2π. ഇനി വെറും sin x ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ഇത് മോഡുലസ് sin x ആയതുകൊണ്ട് പോസിറ്റീവേ വരത്തുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ആർച്ചാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ 4ആയിട്ട് മാറ്റാം കേട്ടോ. 1 2 3 4. ഓക്കെ, 4 പാർട്സ് ആക്കിയാൽ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഇത് പൈ എന്ന് പറയത്താണെന്ന് എല്ലാവർക്കും അറിയാം. 180 ആണ്. ഇതാരാ? 360 ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് എത്ര? 90 ആണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി 4 ഈക്വൽ പാർട്സുകളാണ്. നമ്മുടെ ഏരിയയുടെ മീനിങ് കൂടെ ശ്രദ്ധിച്ചാൽ ഇത് 4 ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ടോട്ടൽ ആയിക്കോളും. ദാറ്റ് ഈസ് ഈക്വൽ. നോക്കിക്കേ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് 0 to 90 മീൻസ് 0 to ആരാ? π/2 ചെയ്യാൻ പോവാണ്. 0 to π/2 sin x ചെയ്യാണ്. ഓക്കെ, മോഡുലസ് ആണ്, മോഡുലസിനെ കളഞ്ഞു, പോസിറ്റീവ് എടുത്തു. sin x-ൻ്റെ ഇൻ്റഗ്രൽ എല്ലാവർക്കും അറിയാം. ആരാണ് sin x-ൻ്റെ ഇൻ്റഗ്രൽ? മൈനസ് കോസ് എക്സ് ഓവർ ദ ലിമിറ്റ് എത്രയാണ്? 0 to π/2. ദാറ്റ് ഈസ് മൈനസ് കോസ് π/2 മൈനസ് കോസ് 0. ഓക്കെ, മൈനസ് കോസ് π/2 മൈനസ് കോസ് 0 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ദാറ്റ് ഈസ് -0 + 1. അറിയാലോ, കോസ് 0 1 ആണ്. ആൻസർ കിട്ടുന്നത് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് 1 ആണ് കിട്ടിയത്. അപ്പോൾ ഇതും 1 ആണ്, ഇതും 1 ആണ്, ഇതും 1 ആണ്. അപ്പോൾ ടോട്ടൽ 1 + 1 + 1 + 1 ആൻസർ ആരെ കിട്ടി? 4. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വേണം ഇതിനെ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ എൻട്രൻസിന് പഠിക്കുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ 0 to π/2 log tan x dx. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടും ഒരേപോലെ, log tan x, log cot x. ലിമിറ്റ് ശ്രദ്ധിക്കുക, 0 to π/2. അപ്പോൾ ഇത് ആദ്യമേ ഞാൻ എൻ്റെ ആൻസർ പറയാം 0 എന്നാണ്. ഇത് രണ്ടിൻ്റെയും ആൻസർ 0s ആണ്. ഞാൻ ഇയാളെ ഒന്ന് ചെയ്ത് കാണിക്കാം, നമുക്കതൊന്ന് എളുപ്പം നോക്കുകയാണേ. ഇതൊക്കെ പഠിച്ചിരുന്നോണം. log tan x 0 to π/2 0 ആണ്. അതിൻ്റെ റീസൺ നമ്മളിങ്ങനെയാണ്. ലെറ്റ് I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 log tan x dx. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് ഓൾസോ I ഈസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ ഈ ഐയെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് 0 to π/2 log tan ഈ എക്സിൻ്റെ പ്ലേസിൽ π/2 മൈനസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് 0 to π/2 log ഓഫ് tan 90 മൈനസ് എക്സ് ആരാണ്? cot x dx. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. 1 + 2 ഇംപ്ലൈസ് ലെഫ്റ്റ് സൈഡ് ആരായി? 2i i + i ഈക്വൽ ടു 0 to π/2നുള്ളിൽ ഇതും തമ്മിൽ അങ്ങോട്ട് പ്ലസ് ചെയ്യണം. ദാറ്റ് മീൻസ് log tan x + log cot x. ഇവിടെ അതാണ് വരേണ്ടത്. log tan x + log cot x. ലോഗുകളുടെ സമ്മ വന്നു കഴിഞ്ഞാൽ ഒറ്റ തവണ ലോഗ് എഴുതിക്കൊണ്ട് ഉള്ളിലുള്ള തമ്മിൽ ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ദാറ്റ് ഈസ് log tan x + log cot x-നെ log ഓഫ് tan x പ്ലസ് അല്ല ഇൻറ്റു ആണ്. ഓക്കെ, ഇപ്പോൾ log ഓഫ് tan x × cot x എല്ലാവർക്കും അറിയാം. tan x × cot x വെട്ടിപ്പോയി 1 ആവും. കാരണം cot x എന്ന് പറഞ്ഞാൽ 1/tan x വരും. log 1ൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ലിമിറ്റൊക്കെ കൊടുത്താൽ 0 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ ഇതിൻ്റെ എത്ര തന്നെയാണ്? 0. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് അത് തന്നെയാണ് 0 to π/2 log cot x എത്ര തന്നെയാണ്? 0. വളരെ ശ്രദ്ധിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം, എന്നെങ്കിലും നമുക്ക് സ്പീഡ് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് വലിയ പാടാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും അടിപൊളിയായിട്ട് എൻട്രൻസിനെ കിട്ടി നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്താൽ വാട്സപ്പിൽ മെസ്സേജ് ജോയിൻ ചെയ്യുക. ഗുഡ് ബൈ.